ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് പറയുന്നത് നമ്മളെ എ സിയിൽ ഉറുമ്പ് കയറിയാൽ എന്തൊക്കെ ചെയ്യണം എന്നതിനെ പറ്റിയിട്ടാണ്. ഞങ്ങളിന്നൊരു കംപ്ലയിൻറ്റ് പോയപ്പോൾ ആ വീട്ടിലെ 3 എ സിയിലും ഫുള്ളായിട്ട് ഉറുമ്പ് കയറിയതായിരുന്നു. കാരണം അവർ വീടൊക്കെ പൂട്ടിയിട്ട് 3 മാസം വിദേശത്തേക്ക് പോയിരുന്നു. തിരിച്ച് വന്ന് എ സി ഓണാക്കി നോക്കുമ്പോൾ അതിൽ നിന്ന് മണ്ണൊക്കെ വരുന്നത് കൊണ്ട് നോക്കിയപ്പോഴാണ് ഇത് ഇങ്ങനെ സംഭവിച്ചത്. ഈ ഉറുമ്പ് വന്നാൽ തന്നെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എ സിയുടെ ഇൻഡോറിൻ്റെ കവർ ഊരിയിട്ട് നന്നായിട്ട് സർവീസ് ചെയ്യണം. സർവീസ് ചെയ്യുന്നത് വാട്ടർ സർവീസ് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ആ ഉറുമ്പിൻ്റെ അംശങ്ങളൊക്കെ ഉണ്ടാവില്ല, അഥവാ അതിൻ്റെ കൂട്, അങ്ങനത്തെ ഈ മണ്ണിൻ്റെ തരി പോലത്തെ സാധനങ്ങൾ, അത് നമ്മൾ ബ്രഷ് കൊണ്ട് തന്നെ നന്നായിട്ട് ക്ലീൻ ആക്കണം. എന്നിട്ട് ഫുള്ളായിട്ട് ക്ലീൻ ആക്കിയതിന് ശേഷം പിന്നെ അതിൻ്റെ ഈ കച്ചറകളൊക്കെ നമ്മുടെ ഡ്രെയിനേജിൻ്റെ ട്രേ, അതേപോലെ തന്നെ നമ്മുടെ ഫാനിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മുടെ എ സിയുടെ പൈപ്പ് പോകില്ല ഔട്ട്ഡോറിലേക്ക്, ബാക്ക് സൈഡ് അടച്ചിട്ടുണ്ടോ നോക്കണം ആദ്യം. അതേപോലെ എ സിയുടെ പൈപ്പ് പോകുന്ന അവിടെ ചെറിയൊരു ഹോൾ ഉണ്ടാവാൻ അഥവാ കവർ അഴിച്ചാലാണ് നമുക്കത് കാണാൻ കഴിയുള്ളൂ. അങ്ങനെ ഹോൾ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഈ 2-3 സ്ഥലത്ത് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ഉറുമ്പിൻ്റെ പൊടി ഉണ്ടാവുമല്ലോ, അത് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കുറച്ച് നമ്മുടെ ഈ പുറം ഭാഗം, അഥവാ പൈപ്പിൻ്റെ പുറം ഭാഗം, കവർ അടിച്ചതിന് ശേഷം കാണുന്ന പുറം ഭാഗം, അതേപോലെ ആ ഹോളിൻ്റെ കുറച്ച് സൈഡില്ലേ അവിടെ നന്നായിട്ട് കുറച്ച് ഉറുമ്പിൻ്റെ പൊടിയും കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ബ്രഷ് ചെയ്തിട്ട് അവിടെ വെച്ചു. പിന്നെ കുറച്ച് തുണിയിൽ, ഒരു ചെറിയ പീസ് തുണിയിൽ കുറച്ച് ഇതേപോലെ ഉറുമ്പിൻ്റെ പൊടിയും വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് എന്നിട്ട് ഒരു കട്ടിയാക്കിയ പോലെ ആക്കിയിട്ട് നമ്മൾ ഈ പൈപ്പിൻ്റെ അടിഭാഗത്ത് വെച്ചു. കാരണം അതിൻ്റെ സ്മെല്ലടിച്ചിട്ട് പിന്നെ ആ കംപ്ലയിൻറ്റ് പിന്നെ വന്നിട്ടില്ല. അപ്പോൾ അതുപോലെ നമുക്കും ട്രൈ ആവുന്നതാണ്. ആദ്യം നിങ്ങൾ ഇൻഡോറിൻ്റെ ടെക്നീഷ്യൻ വന്നാലും അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. പിന്നീട് അവിടെ ഉറുമ്പ് വന്നായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ ഇന്ന് പോയ 3 എ സിക്കും ഞങ്ങൾ അങ്ങനെയാണ് ചെയ്തത്. ഇൻഡോറിൻ്റെ ഫ്രണ്ട് കവർ ഊരുക, എന്നിട്ട് അതിന് ശേഷം നമ്മുടെ എ സിയിൽ നിന്ന് ഇൻഡോറിൽ നിന്ന് ഔട്ട്ഡോറിലേക്ക് പോകുന്ന പൈപ്പ് ഉണ്ടാവുമല്ലോ, ഡ്രെയിനേജും അതേപോലെ 2 കോപ്പർ പൈപ്പൊക്കെ ഉള്ളത്, ആ ഭാഗത്ത് ചെറിയൊരു ഹോള് കാണാൻ കഴിയും. അവിടെ ഞാൻ ഈ പറഞ്ഞ പോലെ ചെറിയൊരു തുണിയിൽ നമ്മൾ ഈ ഉറുമ്പിൻ്റെ പൊടിയും വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് അവിടെ വെച്ച് കൊടുക്കുക. പറ്റുമെങ്കിൽ കുറച്ച് നമ്മൾ ഈ സിമെൻറ്റൊക്കെ കലക്കി ഒഴിക്കില്ല, അതേപോലെ ഈ ഉറുമ്പിൻ്റെ പൊടിയും വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് പെയിൻറ്റിൻ്റെ ബ്രഷോ അല്ലെങ്കിൽ ടൂത്ത് ബ്രഷോ എന്തെങ്കിലും ബ്രഷ് ഉപയോഗിച്ചിട്ട് ആ വന്ന ഭാഗത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുന്ന പോലെ ചെയ്യുക. അതിൻ്റെ സ്മെല്ല് കേട്ടിട്ട് പിന്നെ വന്നിട്ടില്ല. 2-3 സ്ഥലത്ത് ഞങ്ങളിത് യൂസ് ചെയ്തിരുന്നു. പിന്നെ ഇത് വരാനുള്ള കാരണം എ സി ഇങ്ങനെ ഡ്രൈ ആയി നിൽക്കുന്നത് കൊണ്ടാണ്. കാരണം കുറേ സമയം നമ്മൾ എ സി ഉപയോഗിക്കാതിരുന്നാൽ ചിലപ്പോൾ നമ്മളെ എ സിയുടെ ഡ്രെയിനേജിനുള്ളിലൂടെ വരാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇൻഡോറിൽ തന്നെ നമുക്ക് സൈഡിലൊക്കെ ചെറിയൊരു കട്ടിങ് കാണാൻ കഴിയുമല്ലോ, അങ്ങനെ വരാറുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ എ സിയുടെ മുകൾ ഭാഗത്തു കൂടെയും വരാറുണ്ട്. അപ്പോൾ ഇത് എപ്പോഴും നമ്മളിപ്പോൾ തണുപ്പ് കാലമെന്ന് വിചാരിച്ചിട്ട് ഫുള്ളായിട്ട് ഓഫ് ചെയ്ത് വെക്കാതിരിക്കുക, അതായിരിക്കും ഏറ്റവും ബെറ്റർ. പ്രത്യേകിച്ച് ഇൻവെർട്ടർ എ സി ആണെങ്കിൽ അങ്ങനെ കംപ്ലയിൻറ്റ് വരാം. കാരണം ബോർഡൊക്കെ ഇടയ്ക്കൊന്ന് ജസ്റ്റ് നമ്മൾ പറയുന്ന പോലെ കറണ്ടൊക്കെ ഒന്ന് പാസ് ചെയ്തിട്ട് വരണം. അപ്പോൾ നമ്മളൊരു 3 മാസമോ 4 മാസമൊക്കെ കണ്ടിന്യൂസ് ഓഫ് ആക്കിയിട്ടിട്ട് പിന്നീട് ചൂട് വരുമ്പോൾ ഓണാക്കിയാൽ ഇറർ വരാനും അതേപോലെ ബോർഡ് കംപ്ലയിൻ്റ് ആവാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഏത് എ സി ആണെങ്കിലും കണ്ടിന്യൂസ് ഓണാക്കണമെന്നല്ല, ജസ്റ്റ് ഒരു വീക്കിലി അല്ലെങ്കിൽ 2 വട്ടമെങ്കിലും മിനിമം നമ്മൾ ഓണാക്കി വെക്കും. ഒരു 2 മണിക്കൂറിൽ ഓണാക്കിയാൽ മതി. അപ്പോൾ ഈ സർക്കുലേഷനൊക്കെ ഒന്ന് കറക്റ്റായിട്ട് അങ്ങോട്ട് വർക്ക് ചെയ്തോളൂ. അപ്പോൾ ഈ കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും എ സി കണ്ടിന്യൂസ് ആയിട്ട് ഓഫാക്കി വെക്കരുത്. ഇതുപോലൊക്കെ ഇതിപ്പോൾ ഉറുമ്പ് വന്നതുകൊണ്ടാണ്. തേനീച്ചയ്ക്ക് വന്നാൽ നമ്മുടെ പി സി ബോർഡ് മൊത്തമായിട്ട് നശിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.